ഞാനായിരിക്കുന്ന സഭ എന്റെ മുറിയെ നിന്ന വിശ്വാസത്തില് ഞാൻ സഭയുടെ മക്കളായി ഞാൻ എന്താണെന്ന് അറിയാന്നുള്ള എന്റെ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. ഓക്കെ, അത് അറിയുമ്പോൾ നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് സഭയെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ അമ്മയെ സ്നേഹിക്കാൻ എന്താ കാരണം? ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ മണിവില നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് വർദ്ധി കിട്ടിയ സാധനം എല്ലാം എൻ്റെ വണ്ടി ഇരിക്കുമോ? ഈ പച്ച എനിക്ക് സപ്പർ തരും, പക്ഷെ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞാണ് പ്രശ്നം വന്നത്. അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ അമ്മ സ്നേഹിക്കുന്നത്. അമ്മ എനിക്കറിയാം, അമ്മ എന്നോടെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയും അല്ലേ? അറിയാലേ, നമ്മുടെ അമ്മമാർ പറയില്ല, അവർ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ. പക്ഷെ എനിക്ക് ആ മെമ്മറി നഷ്ടപ്പെട്ടാൽ എനിക്ക് അമ്മയെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അമ്മയെ ഒരു സാധാരണ സ്നേഹിക്കാൻ നോക്കി നിൽക്കത്തുള്ളൂ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ സഭയെ സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ സഭ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നാളിതുവരെ, എന്തൊക്കെ സഭയിൽ നടന്നു, എൻ്റെ പൂർവികരൊക്കെ എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്, അത് നമ്മൾ അറിയുമ്പോൾ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നാടകം. അപ്പൊ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളത് പറയുന്ന ആൾക്ക് ഭയങ്കര അതൊരു നാടകമായിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പൊ അത് പറയുന്ന ആൾക്ക് വലിയ ഒരു അഭിമാനമാണ്. എൻ്റെ വലിയപ്പൻ ഒരാളെ കുത്തിക്കൊന്നുള്ള അറിവ് കുടുംബത്തിൽ എഴുതി വെക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിന് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ രണ്ടും പറയും. സഭയുടെ സന്തോഷങ്ങൾ പറയും, സഭയ്ക്കുണ്ടായ ദുഃഖങ്ങളും പറയും. അപ്പൊ സഭയെ സ്നേഹിക്കാൻ പറ്റും, കാരണം സഭയെ നമ്മൾ അറിയുമ്പോൾ. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം അതിന്റെ ചരിത്രം എനിക്കറിയാം എന്ന് പറഞ്ഞ ഒരു കർദിനാൾ ചിലർക്കറിയാം അല്ലേ? ഇതിനകത്ത് മതാധ്യാപകർ എത്ര പേരുണ്ട്? CLT ഒക്കെ കൂടിയവരും അവർക്ക് ഉത്തരങ്ങൾ അറിയാം. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നൊന്നും പറഞ്ഞോളൂ മാക്സിമം. എനിക്ക് ഇച്ചിരി സമയം കുറഞ്ഞെടുത്താൽ. കാർഡിനൽ ടിസ്റാങ് എന്ന് പറയാം, ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ ഹർ ഹിസ്റ്ററി. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം അതിന്റെ ചരിത്രം എനിക്ക് അറിയാം. സഭയെ സ്നേഹിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ, ഇനി ഇത് പഠിച്ചുകൊണ്ടുള്ള വേറെ പ്ലാനാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം പറഞ്ഞില്ല, വരും തലമുറയ്ക്ക് നമ്മൾ അത് മറച്ചു വെക്കി പറഞ്ഞു കൊടുക്കണമെന്ന് സങ്കീർത്തനം പറഞ്ഞില്ല. ദൈവം പ്രവർത്തിച്ച വലിയ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ സഭയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവാണ്, നിങ്ങൾക്ക് പറയാണ് കടുത്ത തലവേദനയാണ്, നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ് പല അസുഖങ്ങൾക്കായി. ഈ ഡോക്ടർ എന്താ ചെയ്യുന്നത്? പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഈ ഫയൽ എടുത്തിട്ട് അതിവേഗം നിങ്ങൾ കഴിച്ച മരുന്നൊക്കെ ഒന്ന്, ചിലപ്പോൾ ഡോക്ടർക്ക് അറിയാമായിരിക്കും, മെമ്മറി കാണും, നിങ്ങളെ കാണുമ്പോഴേ പറയാം ആ മരുന്ന് കഴിച്ചു. ചില ഡോക്ടേഴ്സ് ഭയങ്കര മെമ്മറിയാണ്, നമ്മളെ കാണുമ്പോഴേ പറയും. പക്ഷെ പാസ്റ്റ് നോക്കൂ അല്ലേ? അതല്ലേ എന്നിട്ടല്ലേ ശരിക്ക് രോഗനിർണയം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സഭയിൽ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സഭയുടെ ചരിത്രം പഠിക്കണം. കാരണം അതിന്റെ കാരണങ്ങൾ എവിടെ കിടക്കുന്നത്? പാസ്റ്റിലാണ്. ഇനി ഒരു സംഭവം എഴുതി വെച്ചോളൂ, പാസ്റ്റ് ഈസ് ഹിസ്റ്ററി. പാസ്റ്റ് ഈസ് ഹിസ്റ്ററി. കഴിഞ്ഞു പോയതെല്ലാം ചരിത്രമാണ്. അപ്പോൾ ഫ്യൂച്ചറോ? നിങ്ങൾക്ക് പറയാം, പാസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഫ്യൂച്ചറോ? നാളത്തെ കാര്യമോ? നാളത്തെ എന്താ? മിസ്റ്ററിയാണ്. അത് നമുക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകും നാളെ. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റും നാളെ എന്താ സംഭവിക്കും. വിശ്വസിക്കും നിങ്ങളുണ്ടെന്നൊക്കെ അല്ലേ? നാളെ എന്താ സംഭവിക്കാൻ പറയാൻ പറ്റുമോ? 1,50,000 പേർ മരിച്ചു നാളെ നേരിടാവുന്നത്തേക്ക്. അപ്പൊ അവര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവർക്കറിയാവുന്നത് പലർക്കും അറിയത്തൊന്നുമില്ല. ഒരു മിസ്റ്ററിയാണ്. എന്തായാലും എന്താണ്? അതൊരു രഹസ്യമാണ്, നമുക്കറിയില്ല. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യമാണ്. സീക്രട്ട് എന്നുള്ള മിസ്റ്ററി നമുക്കറിയില്ല. അത് സീക്രട്ട് മിസ്റ്ററി വേറെ വേറെയാണ്. പിന്നീട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറയാൻ വ്യത്യാസം. മലയാളത്തിൽ നമ്മൾ രണ്ട് രഹസ്യം പറയും. അപ്പം ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി. ഭാവി കാര്യം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. ശരിയല്ലേ? ഒരച്ഛനെ നമ്മളിപ്പോൾ മുദ്രവയ്ക്കൽ പ്രാർത്ഥനയുണ്ട്, കുർബാന കഴിഞ്ഞ അച്ഛന് ഇനി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു വെല്ലുമിച്ച് കുർബാന കഴിഞ്ഞ ഉടനെ ഓടി വന്നു. അറിയത്തില്ല പിന്നെ എന്തിനാണ് അടുത്ത ആഴ്ചത്തെ കുർബാനയുടെ പൈസ മേടിച്ചത്? അച്ഛനോട് ഓർപ്പില്ല പിന്നെ. അപ്പൊ വെല്ലുമിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ വെല്ലുമിച്ച് അത് മുദ്രവയ്ക്കൽ പ്രാർത്ഥനയാണ്, ഞാൻ ചിലപ്പോൾ ഞാൻ ഇല്ലായിരിക്കുകയല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലിക്കോളാം. അങ്ങനെയാണ് അങ്ങനെ പറയാം. ഉമ്മ വരുമോ ഇല്ലെന്ന് അറിയുന്നില്ല, വിളിച്ചു പറയുകയും എൻ്റെ പൈസ മേടിച്ച് അടുത്ത ആഴ്ച കുർബാന പറയുന്നത്. അതൊരു മുദ്രവയ്ക്കൽ പ്രാർത്ഥനയാണ്, നമുക്കറിയില്ല. അത് ശരിയല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വൈദികന്റെ ജീവിതത്തിൽ അവസാനത്തെ മാസമായിരിക്കും അത്. നമ്മളെല്ലാവരുടെയും അങ്ങനെ ആയിരിക്കാം. ഒരു ഞായറാഴ്ച കുർബാന അർപ്പിച്ചു, അടുത്ത ഞായറാഴ്ച പറഞ്ഞു നടന്നപ്പോൾ. ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി, പ്രസന്റ് ഈസ് എ ഗിഫ്റ്റ്. പ്രസന്റ് സമ്മാനം എന്ന് പറയലേ, പ്രസന്റിന് സമ്മാനം എന്ന് പറയലേ.
അപ്പോൾ പ്രസന്റ് ഈസ് എ ഗിഫ്റ്റ്. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതാണ് പ്രശ്നം. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ, ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. ശരിയല്ലേ? പിന്നല്ലേ പരീക്ഷ വരുന്നേ? പ്രസന്റ് ഈസ് ന്യൂസ് പേപ്പർ. ഇന്നത്തെ കാര്യമല്ലേ ന്യൂസ് പേപ്പറിൽ ഈ സമയം ഇന്നലെ ഇന്നോട് സംഭവിച്ചത്. സോ റൈറ്റ് ആൻഡ് റീഡ് കെയർഫുള്ളി, അതർവൈസ് യുവർ ലൈഫ് വിൽ ബി എ ടിഷ്യൂ പേപ്പർ. അപ്പോൾ ശരിക്കും പഠിക്കണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയിരിക്കും. ടിഷ്യൂ പേപ്പർ കൈ കൊടുത്തേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ എന്ന് പറയുന്നവരുണ്ട്. പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റില്ല. ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ, ചോദ്യ പേപ്പറാണ്. പ്രസന്റ് ഈസ് ന്യൂസ് പേപ്പർ. സോ റൈറ്റ് ആൻഡ് റീഡ് കെയർഫുള്ളി, അതർവൈസ് യുവർ ലൈഫ് വിൽ ബി എ ടിഷ്യൂ പേപ്പർ. എന്നാ ശരിക്കും പഠിച്ചോളാം. പാസ്റ്റ് വേസ്റ്റ് പേപ്പറാണ്. ശരി, അങ്ങനെ നമ്മൾ പറയും കഴിഞ്ഞു പോയല്ലോ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞു പോയ സംഭവങ്ങളാണ് നമ്മുടെ ശാരീരിക മാനസികാരോഗ്യമായി നിൽക്കുന്നത്. ശരിയാണോ അല്ലേ? കഴിഞ്ഞു പോയ സംഭവങ്ങൾ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കഴിഞ്ഞു പോയതാണ് നടന്നു പോയ സംഭവം. അതാണ് നിങ്ങൾ എപ്പോഴും പറഞ്ഞത്. നിങ്ങൾ തന്നെ ഭർത്താക്കന്മാർ എത്ര പ്രാവശ്യം പറഞ്ഞു നിർത്തടി എന്നും ഇത് തന്നെ. നീ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു പറയാം. കഴിഞ്ഞു പോയത് ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞു പോയതാണ് നമ്മുടെ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? മെന്റൽ ഹെൽത്ത് കഴിഞ്ഞു പോയതാണ്. ശരിക്കും പാസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ശരിയാണോ അല്ലേ? ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണമാണ് എൻ്റെ ശരീരമായി ഇവിടെ നിൽക്കുന്നത്. ശരിയല്ലേ? അത് ഇന്ന് കഴിച്ച മാത്രമല്ല, ഞാൻ ഭൂതകാലത്ത് കഴിച്ച ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങളാണ് എൻ്റെ ശരീരമായി നിൽക്കുന്നത്. മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ മെന്റൽ ഹെൽത്തോ ഇപ്പം ഞാനിവിടെ വന്നിട്ട് സംഭവമാണോ? പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ കുരിശുമല കയറി, ഇല്ലിക്കൽ മല കയറി, ആ ഒരു സംഭവം മാത്രമാണ് അത് ചെലുപ്പിച്ചിട്ട് അത് മാത്രമാണ് എൻ്റെ മെന്റൽ ഹെൽത്ത്. അല്ലല്ല, എൻ്റെ മാനസികാരോഗ്യം ഒത്തിരി കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. എനിക്ക് സംഭവിച്ച ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പാസ്റ്റ്. അപ്പോൾ ഈ പാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അതാണ് ഇപ്പം നമ്മളിത് പഠിക്കണമെന്ന്. ഇപ്പൊ സൂറ മലബാർ സഭയിലാണ് ഒത്തിരി പ്രശ്നങ്ങൾ. സൂറ മലബാർ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ കാരണം പറയുന്നത് എന്ത് ചെയ്യണം? അതിന്റെ പാസ്റ്റ് പഠിച്ചാലേ പറ്റില്ല. അല്ല ചുമ്മാ വല്ലതും വിളിച്ചു പറയുന്ന കാര്യമില്ല. പാസ്റ്റ് പഠി എന്താ നമ്മൾ 1999 അധികം എടുത്തത് സിനഡില് ഇപ്പോഴത്തെ കുർബാനയുടെ തീരുമാനം 27 വർഷങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം അത് പാസ്റ്റ് പഠി. ഇനി പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള 27 വർഷത്തെ ഏറ്റവും പഠിക്കും. എന്നാലും ഒരാൾക്ക് അത് കറക്റ്റ്. പിന്നെ അത് ചുമ്മാ ഉദാഹരണം പറഞ്ഞു മതി. അപ്പൊ സഭയുടെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ സഭാചരിത്രം പഠിച്ചാൽ ഒരാൾക്ക് മനസ്സിലാവും. കിട്ടിയോ? മൂന്നാമത്തെ ഗുണം, സഭയെ നവീകരിക്കാൻ പറ്റും. സഭയെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയല്ല. ഈ ചായക്കടയിൽ ഒത്തിരി കാര്യമൊക്കെ പറയും. ചായക്കട മാടക്കട തിയോളജി എന്നാണ് പറയുന്നത്. ചായക്കട എനിക്ക് ഓരോ തിയോളജി പറയും. അവരൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഓരോ ചുമ്മാ വിട്ട് പറയും. അത് പള്ളിയിലെ കാര്യം പറയും. അറിഞ്ഞിട്ടൊന്നുമല്ല. അവർ ചുമ്മാ അവർക്ക് ജീവിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതിന് മാടക്കട തിയോളജിയിലാ പറയാം. നിങ്ങൾ ചിലപ്പോൾ ചായക്കട അടുക്കള തിയോളജി ആയിരിക്കും. എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഓരോന്നും പറയും. പള്ളിയിൽ സഭയിൽ കൊടുക്കും, പള്ളിയിൽ പോയി. ഞാൻ ഒരു കമ്പത്ത് ഒരു ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിച്ചു. തൊട്ടപ്പുറത്ത് ഭൗതികകാലത്തെ കുറിച്ച് സംസാരിക്കും. കമ്പം എത്ര 100-150 കിലോമീറ്റർ അത്ര അകലമാണ്. പക്ഷെ അവർ പറയുന്നതെല്ലാം വിട്ടിത്തരങ്ങളാണ്, തെറ്റായിരുന്നു. ഭൗതികകാലത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് ഹോട്ടലിൽ തന്നെ. ഞാൻ ഷർട്ടായിട്ടുണ്ട്. അവർ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് എന്ത് തെറ്റായിരുന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യപ്പെടണ്ടേ? അപ്പൊ സഭയെ സ്നേഹിക്കാൻ പറ്റും. സഭയുടെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അറിയാൻ കഴിയും. സഭയെ നവീകരിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എടുക്കുന്ന ഈ വിഷയം ഭാരതത്തിലെ സഭ മാത്രമാണ്. ഭാരതത്തിൽ മാത്രമേ സഭയുള്ളൂ. പന്തക്കുസ്ത കഴിഞ്ഞ ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി ഇല്ലേ? അവര് പോയിടത്തിൽ അവർ വചനം പറഞ്ഞു. അവര് വധിക്കപ്പെട്ടു എല്ലാവരും തന്നെ. പക്ഷെ യോഹന്നാൻ ശിഷ്യൻ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും കൊല ചെയ്യപ്പെട്ടു കേട്ടോ. യോഹന്നാൻ ശിഷ്യൻ ഒഴികെ നിറഞ്ഞിരിക്കണം. ചരിത്രം ഇച്ചിരി അറിയണം. നമ്മുടെ ഇന്ത്യന്റെ മാത്രമല്ല, എന്നാലും നമുക്കിത് ചരിത്രം പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കിത് പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ തരിക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങളിപ്പോൾ ഇത് മുഴുവൻ പഠിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ചരിത്രം പഠിക്കണം എന്നുള്ളൊരു അല്ലേ, അതിന് നോളജ് ഡിലേറ്റ് എന്ന് പറയും. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്,
3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദ ബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.